ഇപ്പോൾ ഒരാൾ സാറേ ഞാൻ കർണാടകത്തിൽ നിൽക്കുകയാണ്, എൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്ത് വലിച്ചെറിയാണ് ഇവിടെ, ഇതൊക്കെ എവിടുന്ന് വന്നിട്ടുണ്ട്, എന്താ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഇതൊക്കെ അറിഞ്ഞപ്പോൾ നമ്മൾ ആ ഡ്രൈവിംഗ് ലൈസൻസ് അവർ തന്നെ പറയുന്നുണ്ട്, ഞങ്ങൾ കുറച്ച് പൈസ തരാം, നല്ല ചിപ്പൊക്കെ ഘടിപ്പിച്ചിട്ടുള്ള ഹോളോഗ്രാമൊക്കെ ഉള്ള ഒരു ഡ്രൈവിംഗ് ലൈസൻസ് തരണം. അപ്പോൾ അത് നമ്മളത് ആലോചിക്കുന്നുണ്ട്. ഒന്ന്. രണ്ട്, ഡ്രൈവിംഗ് ടെസ്റ്റ് എന്ന് പറയുന്നത്, നമുക്ക് ഡ്രൈവിംഗ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ യൂണിവേഴ്സൽ ഡ്രൈവിംഗ്, എല്ലാവർക്കും ഡ്രൈവ് ചെയ്യാൻ അറിയണം എന്നുള്ളൊരു രീതിയിലേക്ക് നമ്മൾ തോട്ട്, അതിപ്പോൾ ഒരു ഡിസിഷനല്ല. നമുക്കൊരു +2 കഴിഞ്ഞൊരു കുട്ടിക്ക് ഇതൊക്കെ അറിയണം എന്നുള്ള രീതിയിൽ വളരെ ആധുനികമായ ബേസിക്, ഒരാളുടെ ബേസിക് സ്കില്ലാണ്. നമുക്ക് എഴുതാൻ അറിയാം, വായിക്കാൻ അറിയാം എന്ന ലിറ്ററസി എന്ന് പറയുന്നത് പോലെ ഒരു ഡ്രൈവിംഗ് അറിയുക എന്നുള്ളത് നമ്മുടെ 12ാം ക്ലാസ്സിൽ നിന്ന് കേരളത്തിൽ നിന്ന് പഠിക്കുന്ന എല്ലാ കുട്ടിക്കും ബൈ ഡിഫോൾട്ട് ഡ്രൈവിംഗ് അറിയാം എന്നുള്ളത് അവരുടെ മൊബിലിറ്റിയെ വലിയ തോതിൽ വർദ്ധിപ്പിക്കും. അതിൽ തന്നെ അംഗപരിമിതരായ ആളുകൾക്കുള്ള ഡ്രൈവിംഗ്, അവർ വേറെ ഇതിലൊന്നും പോകണ്ട. നമുക്കതിനെക്കുറിച്ച് ഇപ്പോൾ ഒരു തോട്ടാണ് ഞാൻ പങ്കുവയ്ക്കുന്നത് നിങ്ങളായിട്ട്, അല്ലാതെ ഒരു ഡിസിഷനല്ല. അപ്പം അതിലേക്ക് നമ്മൾ ഒരു 1-2 വർഷം കഴിയുമ്പോൾ +2കാർക്കെല്ലാം ഡ്രൈവിംഗ് അറിഞ്ഞിരിക്കണം എന്ന് നിർബന്ധിക്കല്ല, അറിയും, അവർക്ക് അറിയുന്നൊരു സാഹചര്യം ഉണ്ടാക്കണം എല്ലാവർക്കും. അപ്പം അതിൽ താങ്കൾ പറഞ്ഞ ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ, അതിൻ്റെ എനിക്ക് ഡ്രൈവിംഗ് അറിയില്ല, റൈഡിങ്ങേ അറിയുള്ളൂ. അതുകൊണ്ട് ഡ്രൈവിംഗ് അറിയാത്ത ആൾക്കൊരു ലൈസൻസ് ഉണ്ടാവുമോ? അതുകൊണ്ട്